أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. ഫസ്റ്റ് ആയത്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് അല്ല, രണ്ടാമത്തെ അൽഹംദു. الحمد لله رب العالمين. ചുണ്ട് പൂട്ടിയാ? ചുണ്ട് പൂട്ടരുത്. الحمد لله رب العالمين ഓക്കെ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين വൺ മോർ ടൈം. اهدنا ഇയ്യാക الصراط المستقيم ഇയ്യാക إياك نعبد ഇയ്യാക ഖ അല്ല ക. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم സ്റ്റോപ്പ്. غير സിറാത്തല്ലദീന. സിറാത്തല്ലദീന കഴിഞ്ഞാലുള്ള വാക്ക് മാത്രം ഒന്ന് വായിച്ചേ. أنعمت ഒന്നൂടെ. أنعمت. ഓക്കെ, റെഡിയാണ്. നീ അത് മാത്രം വായിക്കുമ്പോൾ റെഡിയാണ്. പക്ഷെ അത് ചേർത്തി ഓതുന്ന സമയത്ത് അൻഅംത എന്ന് ഐനായി പോകുന്നുണ്ട്. അൻഅംത അൻഅംത എന്നായി പോകുന്നുണ്ട്. അത് അനുവദിക്കാതെ അൻഅംത എന്ന് തന്നെ ഓതണം. സിറാത്തുല്ലദീന. صراط الذين أنعمت عليهم غير ഇല്ല, റെഡി ആയിട്ടില്ല. المغضوب صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഞാൻ എന്റെ ലിപ്സ് നോക്കണം, ശ്രദ്ധിക്കണം, ചുണ്ട് ശ്രദ്ധിക്കണേ. ഞാൻ ഓതുന്നതിൽ പിഴവുണ്ടെങ്കിൽ എന്താണത് എന്ന് എനിക്ക് പറഞ്ഞു തരണം. എല്ലാവരും ശ്രദ്ധിക്കാം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പിഴവുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, പിഴവുണ്ട്. ഞാൻ പിഴവ് ഓതി പഠിപ്പിക്കുകയല്ല. നിങ്ങൾക്ക് ആ കാര്യം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? ഇനി അത് ശ്രദ്ധയിൽ വരണം. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യാണ്. എന്താ ഹാദി പറഞ്ഞോ, എന്താണ് പിഴവ്? ഇല്ല ഇല്ല, ആര് മറ്റുള്ളവരാരും പറഞ്ഞു കൊടുക്കരുത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. കുട്ടികൾക്ക് സ്വന്തമായി അത് ക്യാച്ച് ചെയ്യാൻ കഴിയണം. അതിന് മാറിപ്പോയിട്ടില്ല. മറ്റൊരാൾക്ക് പറയാം. കുട്ടികൾ സ്വന്തമായി കണ്ടെത്തണം. ഫിദാൻ ഫിദാൻ അറിയില്ല. ഹൻഫ, മിഫന്ന, റാസിൻ, അറിയില്ല. ഹാസിം, അറിയില്ല. റിൻഷ, മൈക്കോണാക്കി പറയണം. അറിയോ അറിയില്ല എന്ന് പറയാം. മൻഹ, മൻഹ മുനീർ, കേട്ടില്ല. ഹാനിയ,
ദാനിഷ് ദാനിഷ് വെറും മൈക്ക് റെഡിയാക്കാതെ നിൽക്കുകയാണ്. അതുപോലെ നഷ്വ ക്യാമറ ഓൺ. ഫാത്തിമ ആർക്കാണ് ബോധ്യപ്പെട്ടത്? റൈസ് ഹാൻഡ് ചെയ്യാം, മൈക്ക് ഓൺ ആക്കി പറയാം. ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഓതുവാ. ഒന്നുകൂടെ ഓതാ. ഇനി ആവർത്തിക്കൂല കേട്ടോ. സമയം നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഞാൻ പിഴവ് ഇങ്ങനെ ഓതി തന്ന് പഠിപ്പിക്കുക എന്ന് കരുതരുത്. ആ പിഴവ് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇന്നത്തെ ക്യാമറ ക്ലിയർ കുറവാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകും. റമീൻ, നഷ്വ തിരിഞ്ഞിട്ടില്ല. ആയി മാറിയതല്ല. ഫാത്തിമ അറിയില്ല എന്നാ ഞാൻ പറഞ്ഞുതരാം. മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ. ഇപ്പോ ഹാദി ഓതിയപ്പോഴും അത് വന്നിട്ടുണ്ട്. പറയാം. മീമ് വാവ് ഈ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. എന്താണ് സംഭവിച്ചത്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം വ അലൈഹിം വ. ഹി എന്ന് പറഞ്ഞാൽ മീം ഉച്ചരിച്ചിട്ടേ ഇല്ല. അലൈഹി എന്ന് പിന്നെ തരിമൂക്ക് കൊണ്ടാണ് ആ മൂളൽ വന്നിട്ടുള്ളൂ. മീം ഉച്ചരിക്കണമെങ്കിൽ മ മ മീ മു മ പറയണമെങ്കിൽ അപ്പർ ലിപ് ലോവർ ലിപ്, മേൽചുണ്ട് താഴെ ചുണ്ട് തമ്മിൽ കൂട്ടിമുട്ടണം. തമ്മിൽ സ്പർശിച്ചെങ്കിലേ മീം ആകുന്നുള്ളൂ. സുക്കൂനാണെങ്കിലും ഫത്ഹ ആണെങ്കിലും കസ്റ ആണെങ്കിലും. അപ്പൊ അലൈഹിം റെഡിയാവണമെങ്കിൽ ഈ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടണം. ചിലർക്ക് മുൻപല്ല് വലിയ പല്ലായിരിക്കും. അപ്പൊ മേൽചുണ്ടിന് പകരം മേലെ മുൻപല്ല് പല്ലായിരിക്കും താഴെ ചുണ്ടിൽ വന്ന് തട്ടുന്നുണ്ടാവുക. ആ സമയത്ത് കേൾക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകൂല. അതേസമയം നമ്മുടെ തരിമൂക്ക് കൊണ്ട് ഒരു ഉന്നത്ത് ഇങ്ങനെ വരുന്നുണ്ടാവും, ചെറിയൊരു മൂളൽ, എന്നൊരു മൂളൽ വരുന്നുണ്ടാവും. ആ മൂളൽ വരുന്നത് കൊണ്ട് ഇത് മീമായിട്ടുണ്ടെന്ന് തോന്നുന്നതാ. യഥാർത്ഥത്തിൽ മീമിന്റെ ഉച്ചാരണം അവിടെ ശരിയാകുന്നില്ല. അപ്പൊ ഞാൻ ഓതുമ്പോ, ഞാൻ നേരത്തെ 2 തവണ നിങ്ങൾക്ക് മുമ്പിൽ അത് അഭിനയിച്ചപ്പോ, അങ്ങനെ കാട്ടിക്കൂട്ടിയപ്പോ പിന്നെ ചുണ്ട് അല്ല മീമിന്റെ ഒരു അല്പം പോലും ഞാൻ ഉച്ചരിച്ചിട്ടില്ല. 2 ചുണ്ടും കൂട്ടി മുട്ടിയിട്ടേ ഇല്ല. നേരെ വാവ് അങ്ങ് ഉച്ചരിച്ചതാ. അലൈഹിം വ അലൈഹിം വ. വാ എന്ന് പറയാൻ നമ്മുടെ ചുണ്ടുകൾ തമ്മിൽ ഒരു റൗണ്ട് ആയി വരലുണ്ട്. അറബിയിലെ വാവ് വാ എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, വാ എന്ന് പറയണം. ചുണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് വരണം. ഇസ്തിദാറ എന്ന് പറയും. അപ്പൊ അലൈഹിം വലല്ലാ എന്ന് പറഞ്ഞാൽ മതിയാവില്ല, മീമായിട്ടില്ല. പിന്നെ എന്ത് വേണം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അലൈഹിം വ. മീം ഇങ്ങനെ മീം ഉച്ചാരണം റെഡിയാവാൻ വേണ്ടി ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടി വ. ആ മീമിൽ നിന്ന് വേണം വാവിന്റെ ഉച്ചാരണത്തിലേക്ക് വരാൻ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം വ. ഇവിടെ അല്ല പ്രശ്നം കേട്ടോ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഓക്കെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വലദ്ദാല്ലീൻ. മനസ്സിലായോ? ഞാൻ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം വ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അവിടെ അല്ല, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ. അവിടെയാണ് പ്രശ്നം കേട്ടോ. അവിടെയാണ് വാവ് വരുന്നത്. പറഞ്ഞ വിഷയം മനസ്സിലായോ? ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയൂ. മൈക്ക് ഓൺ ആക്കി പറയൂ. പറഞ്ഞ് സഹകരിക്കൂ, സമയം പോകട്ടെ. ഫിദാന് മനസ്സിലായോ?
ഓക്കെ. ഇനി നിങ്ങളുടേത് റെഡിയാക്കി എടുക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ കണ്ണാടി ഉണ്ടാക്കുമല്ലോ, അലമാറയുടെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങൾ ഈ ആയത്ത് ഓതുന്ന സമയത്ത് നിങ്ങളുടെ ചുണ്ടുകൾ തമ്മിൽ മുട്ടിയ ശേഷമാണ് വാവ് ഉച്ചാരണത്തിലേക്ക് വരുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ മാത്രമല്ല, ഞാനൊരു തമാശക്ക് പറയുന്നതല്ല കേട്ടോ. കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിങ്ങൾ നിന്ന് തന്നെ നിങ്ങളുടെ ഓത്ത് നിങ്ങൾ പരിശോധിക്കണം. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, വീട്ടിലെ ഫോണിൽ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി നിങ്ങൾ ഫാത്തിഹ ഓതുന്നത് വീഡിയോ എടുക്കുക. എന്നിട്ട് ഞാൻ സാധാരണ കുട്ടികളിൽ തെറ്റുകൾ തിരുത്തുന്നത് ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ തന്നെ പരിശോധിക്കുക. അതിൽ ഖുർആൻ നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങൾ മുസ്ഹഫ് നോക്കുക. നൂന് മീമിൽ അവസാനിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങളുടെ ചുണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ? മീം ഇല്ലാത്ത സ്ഥലത്ത് ചുണ്ട് പൂട്ടിപ്പോകുന്നുണ്ടോ? നൂൻ ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് ചുണ്ട് പൂട്ടുന്നുണ്ടോ? അതൊക്കെ ചെക്ക് ചെയ്ത് ഇല്ല അങ്ങനെ സംഭവിക്കുന്നില്ല, റെഡി ആണെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ.